പ്രിയ മത്സര പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് തയ്യാറാകുന്ന കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 23/12/2023 PSC നടത്തിയ LD ക്ലർക്ക് നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചർച്ച ചെയ്യാം. LDC നിലവാരത്തിലുള്ള എന്ന് പറയുമ്പോൾ ഈ വരുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്കും ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നേക്കാം. ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 23/12/2023 PSC ഫയർമാൻ, ഫയർ വുമൺ, ഫയർമാൻ ഡ്രൈവർ എന്ന പോസ്റ്റിനുള്ള തസ്തികയ്ക്കുള്ള പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കുകയുണ്ടായി. ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ഈ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യമുണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ ചോദ്യം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നതിനുള്ള നിങ്ങളുടെ കഴിവിനെ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൽ വായിക്കാം, നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. അപ്പോൾ എവിടെയാണ് നിങ്ങൾ ഇന്നലെ പോയത് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം തന്നത് The policeman told the boy where did he go yesterday എന്നും The policeman asked the boy where he went the previous day എന്നും The policeman asked the boy where he had gone the previous day എന്നും The policeman told the boy where he went the day before എന്നുമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി തന്നിരിക്കുന്നത്. ഈ ഉത്തരം ഞാൻ ഈ ആൻസർ കീഴിൽ കാണിച്ചതുപോലെ ഉത്തരം മൂന്നാമത്തെ ഉത്തരമാണ്. The policeman asked the boy where he had gone the previous day. അപ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുക എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാര്യം പ്രൊനൗണിൻ്റെ പ്രയോഗം മാറ്റേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിൻ്റെ ടെൻസ് മാറ്റേണ്ടി വരും. അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അത് സഹായക്രിയ അടക്കം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദ്യം ഏത് ടെൻസിലാണ് ഉള്ളത് നോക്കുക. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, അത് പാസ്റ്റിലെ ഒരു പാസ്റ്റ് ടെൻസാണ് അവിടെ ചോദ്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാസ്റ്റിനെ ഒരു പാസ്റ്റിലേക്ക് കൂടി കടത്തി മാറ്റിയാൽ മാത്രമേ ആ ഉത്തരം ശരിയാവുള്ളൂ. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റിനെയാണ് ചോദ്യമുള്ളത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നമ്മൾ ഉത്തരത്തിലേക്ക് മാറ്റേണ്ടി വരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് നമുക്കറിയാം, ഹാഡിൻ്റെ പ്രയോഗം വരും. അപ്പോൾ ഹാഡിൻ്റെ പ്രയോഗം വരുന്നു ഉള്ള ഒറ്റ ഉത്തരം The policeman asked the boy where he had gone the previous day എന്നാണ്. അത് നമുക്കറിയാം, ആ ദിവസങ്ങൾ കാണിക്കേണ്ടെങ്കിൽ യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്ന് വരണം. അതുപോലെ തന്നെ where he had gone എന്നുള്ളത് വരുന്ന പ്രയോഗം where did you go എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോഴാണ് where he had gone എന്ന് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. The police told the boy where did he go yesterday. അത് where did he go yesterday എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാസ്റ്റ് മാറുന്നില്ല. ഡിഡ് ഹി സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് കിടക്കുന്നത് സെൻറ്റൻസ്. പിന്നീട് വരുന്നത് The policeman asked the boy where he went, അതും സിമ്പിൾ പാസ്റ്റ് തന്നെ കിടക്കുന്നത്. മൂന്നാമത്തത് The policeman told the boy where he went the day before. എല്ലാം സിമ്പിൾ പാസ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറിയ ഉത്തരം മാത്രമേ അവിടെ ശരിയായി ചേരുകയുള്ളൂ. അതുകൊണ്ട് ഈ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The athlete dash on the ground. ഉത്തരം അത്ലറ്റ് ലേ ഓൺ ദ ഗ്രൗണ്ട് ആണ്. ലൈഡ്, ലെയ്ഡ്, ഹാഡ് ലൈഡ്. അത് ലെയിൻ എന്നുള്ള പാസ്റ്റൻസ്, ലേ എന്നുള്ളത് ഇവിടെ പാസ്റ്റൻസ് ആയിട്ട് വന്നതാണ് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ലൈ, ലേ, ലെയിൻ, ലൈഡ്, അങ്ങനെയുള്ള അത്തരത്തിലുള്ള പ്രയോഗം നിങ്ങൾ പഠിക്കണം. ലെയ്ഡ്, ലൈ, ലെയ്ഡ് എന്നുള്ള മൂന്നോളം ലൈ എന്നുള്ള പ്രയോഗത്തിൽ വരുന്ന വേർഡ്സുകളുണ്ട്. അത്
ബുക്ക് ആ പുസ്തകത്തിൽ നോക്കി നിങ്ങളത് പഠിച്ചാൽ മാത്രമേ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ലൈ എന്നുള്ളതിൻ്റെ പാസൻസായി ലേ എന്ന് വന്നതുകൊണ്ടാണ് ദ അത്ലറ്റ് ലേ ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി ലേ എന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യമായി വന്നത് ഫൈൻഡ് ദി റോങ്ലി സ്പെൽറ്റ് വേർഡ്. റോങ്ലി സ്പെൽറ്റ് വേർഡ് എന്ന് പറയുന്നത് ഇവിടെ ഷൗഫിയ, കാമോഫ്ലാഷ്, ഡിക്ലറേഷൻ ആൻഡ് ഒണമോട്ടോപ്പിയ. ഉത്തരം തന്നിട്ടുണ്ട്. ഒണമോട്ടോപ്പിയ എന്നാണ് ഉത്തരം. ഒണമോട്ടോപ്പിയ ആണ് സ്പെല്ലിങ് തെറ്റാണ്, PIA എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ എന്താ വാട്ട് ഈസ് ഒണമോട്ടോപ്പിയ? ഒണമോട്ടോപ്പിയ സൗണ്ട് refers that intimate or resembles a sound that it describes. For example, cat mew, dogs bark. ഇത്തരമുള്ള ആനിമൽ ഉണ്ടാക്കുന്ന സൗണ്ട്, കാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ട് മ്യൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള സൗണ്ട് വരുന്ന എക്കോ പോലെ സൗണ്ട് വരുന്നതിനാണ് ഒണമോട്ടോപ്പിയ സൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒണമോട്ടോപ്പിയ എന്നുള്ള വേർഡ് ആണ് ഇവിടെ തെറ്റായിട്ട് തന്നിരിക്കുന്നത്, സ്പെല്ലിംഗ് തെറ്റായിട്ട് തന്നിരിക്കുന്നത്. ഇഡിയം, നെക്സ്റ്റ് വൺ ഇഡിയം. ഓൺ ദ ട്രോട്ട് മീൻസ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, കോൺസിക്യൂട്ടീവ്ലി, ടു മച്ച് വറീഡ്, ലൈക്ലി ടു ഹാപ്പൺ. ഇവിടെ ആൻസർ കോൺസിക്യൂട്ടീവ്ലി എന്നാണ്, കണ്ടിന്യൂസ്ലി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. മൂന്നാമത്തത് വേർഡ് കറ്റാസ്ട്രോഫോബിയ മീൻസ് ഫിയർ ഓഫ്. ആൻസർ ഈസ് ഫിയർ ഓഫ് മിറർ ആണ്. അത് ഫിയർ ഓഫ് തണ്ടർ, ഫിയർ ഓഫ് കാറ്റ്സ്, ഫിയർ ഓഫ് ഹെയർ എന്നുള്ളത് ഓരോന്നിനും അതിൻ്റേതായ ഫോബിയ വരുന്നുണ്ട്. അത് നിങ്ങൾ ഡിസ്കസ് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. ബാലു ഹസ് റിട്ടേൺ ദി ബുക്ക്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ച ക്വസ്റ്റ്യൻ ടാഗ് പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലെസൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ച ചോദ്യമാണ്. ബാലു ഹസ് റിട്ടേൺ ദി ബുക്ക്. നമുക്കറിയാം ഒന്നാമത്തെ ചോദ്യം വന്നത് ഡാറ്റ് ആൻഡ് സ്പീച്ച്, മൂന്നാമത്തത് സ്പെല്ലിംഗ് ടെസ്റ്റ്, നാലാമത്തത് പിന്നെ ഇപ്പം അഞ്ചാമത് ചോദിച്ച് കാണുന്നത് ഈ ആറാമത്തെ ചോദിച്ച് കാണുന്നത് ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന ചോദ്യമാണ്. ഈ ബാലു അപ്പോസ്ട്രോഫി ബാലു ഹാസ് റിട്ടേൺ ദി ബുക്ക് എന്നാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്ന ചോദ്യമായിട്ട് വന്നത്. ബാലു ഈസ് റിട്ടേൺ ദി ബുക്ക് എന്ന് വരാം. അതുപോലെ തന്നെ ബാലു അങ്ങനെ ആ സംശയം വരാം. അത് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് അവിടെ എന്താണ് ഈ സഹായക്രിയ ചേർത്തത്. നമുക്ക് ബാലൂസ് പ്രൊനൗൺസിയേഷൻ സൈലൻ്റായി നിൽക്കുമ്പോൾ ബാലു ഹാസ് എന്നുള്ളത് ബാലൂസ് റിട്ടേൺ ദി ബുക്ക് വരും. അപ്പോൾ ഹാസ് റിട്ടേൺ ആണ് വരുന്നത്. അത് സംശയമില്ലാതെ നമുക്ക് പറയാം ക്വസ്റ്റ്യൻ ടാഗ് ഹാസിൻഡ് ഹി ആണ് വരുന്നത്. അപ്പോൾ റിട്ടേൺ എന്നുള്ള വേർഡ് കണ്ടതുകൊണ്ട് നമുക്ക് അതിനെ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ബാലു ഹാസ് റിട്ടേൺ ദി ബുക്ക് എന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പോസിറ്റീവ് ടാഗിന് നെഗറ്റീവ് ടാഗാണ്, പോസിറ്റീവ് ക്വസ്റ്റ്യന് നെഗറ്റീവ് ടാഗാണ് ഉത്തരം വരിക. അതുകൊണ്ട് ഹാസിൻ്റെ ഹി എന്ന് നമ്മൾ ചേർക്കണം. അത് ഈസിൻ്റെ ഹി. അപ്പോൾ ബാലു ഈസ് റിട്ടേൺ എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈസിൻ്റെ ഹി വരാം. ബാലു ഈസ് റിട്ടേൺ ദി ബുക്ക് മനസ്സിലാക്കിക്കൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് സംശയിക്കാം. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യമാണിത്. അത് സിമ്പിളാണ് ഉത്തരമെങ്കിലും അത് കുറച്ച് കൊടുക്കുന്ന ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഏഴാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ദ മീനിങ് ഓഫ് ദി ഫ്രേസ് കാർട്ടെ ബ്ലാൻഷെ. കാർട്ടെ ബ്ലാൻഷെ മീൻസ് ഫോർ ദ ടൈം ബീങ് with necessary changes, a person or thing that one dislikes, the complete freedom to act as one's thinks best. The answer ഇതാണ്, the complete freedom to act as one thinks best. നമുക്കറിയാം ഫോർ ദ ടൈം ബീങ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാണ് ഫോർ ദ ടൈം ബീങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാർട്ടെ ബ്ലാൻഷെ ഉദാഹരണത്തിന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് മനസ്സിലാക്കുക. അതായത് ദ മാനേജർ was given carte blanche to implement new reforms in the company. അപ്പോൾ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കാർട്ടെ ബ്ലാൻഷെ എന്ന് പറയുന്നത്. അടുത്തത്
എട്ടാമത്തെ ചോദ്യം ആൻറ്റോണിം ഓഫ് ദി വേർഡ് റിഡൻഡൻറ്റ്. റിഡൻഡൻറ്റ് മീൻസ് ഓപ്പോസിറ്റ് മീനിങ് ഈസ് നെസസറി. ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 ഓപ്ഷൻ തന്നിരിക്കുകയാണ്. അത് നമുക്കറിയാം. ടെൻസിൻ്റെ ഉപയോഗം അറിയുമോ, കൃത്യമായി പരിശോധിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കാനുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം ഒരു സെൻറ്റൻസ്. ഐ ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം രണ്ടാമത്തെ സെൻറ്റൻസ്. ഐ ഹാവ് ലെഫ്റ്റ് ഹോം അറ്റ് 7 ഇൻ ദി മോർണിംഗ്. അപ്പോൾ ഇവിടെ ഉത്തരം നാലാമത്തെ ഓപ്ഷൻ ഐ ഹാവ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം. ആൻസർ എ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എ ഓപ്ഷൻ എന്താണ് വന്നത്? ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം. ഇവിടെ ഏത് ടെൻസിലെ ഏത് ഭാഗത്താണ് ഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം, അത് അവൻ വരുന്നതിന് മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള പ്രയോഗമാണ് ഇവിടെ അർത്ഥം കിട്ടുന്ന രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് പറയുന്ന ഒരു കൂട്ടം സെൻറ്റൻസുകളുണ്ട്. അത് പറയാനുള്ളത് 2 പാസ്റ്റിൽ തീർന്ന പ്രവൃത്തി പറയുമ്പോൾ അതിൽ ഒന്നാമത് തീർന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് തീർന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലും പറയണം എന്നുണ്ട്. അതാണ് ഇവിടെ ഒന്നാമത് തീർന്ന പ്രവൃത്തി ഇവിടെ പോയി എന്നുള്ളതാണ്. ഞാൻ വീട് വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ്. അവൻ വരിക എന്നുള്ളത് രണ്ടാമത്തെ പ്രവൃത്തിയാണ്. അവിടെ ഒന്നാമത്തെ പ്രവൃത്തി ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം എന്നാണ്. അപ്പോൾ പിന്നീട് വരുന്നത് ഐ ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം എന്നുള്ളത് രണ്ടും സിമ്പിൾ പാസ്റ്റ് മാത്രമേ ആണെന്നുള്ളൂ. രണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രവൃത്തിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഐ ഹാവ് ലെഫ്റ്റ് ഹോം അറ്റ് 7 in the morning. അതും 2 സെൻറ്റൻസ് അവിടെ ജോയിൻ ചെയ്യാൻ ചോദിക്കുന്നില്ല. മാത്രമല്ല ഐ ഹാവ് ലെഫ്റ്റ് ഹോം അറ്റ് 7 in the morning എന്നുള്ളവർ അവിടെ സന്ദർഭികമായി വരില്ല. പിന്നെ വരുന്നത് ഐ ഹാവ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹീ കെയിം. ആ സെൻറ്റൻസ് പാറ്റേൺ എല്ലാം ഒരുപോലെ പാറ്റേൺ വരികയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് പെർഫെക്റ്റാണ് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റും ആയിട്ട് ജോയിൻ ചെയ്യുന്ന പ്രയോഗം വരില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ വെൻറ്റ് ഡാഷ് ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. ഓഫീസർ ആ റിപ്പോർട്ട് കുറേ പ്രാവശ്യം നോക്കി അങ്ങനെ അംഗീകരിച്ചു എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് വെൻറ്റ് ഓവർ ആണ് ഇവിടെ വരുന്നത്. ഫ്രേസൽ വെർബിൻ്റെ ഭാഗം പരിശോധിക്കുന്നതാണ്. നമുക്കറിയാം വെൻറ്റ് വന്നുകൊണ്ടാണ് കുറച്ച് സംശയം വന്നത്. ഇപ്പം ഗോ ഓൺ നമുക്കറിയാം, ഗോ ഓൺ കണ്ടിന്യൂ എന്നർത്ഥമാണ്. അപ്പോൾ ഓണല്ല, ഇവിടെ അപ്പ്, ഗോ അപ്പ് എന്ന് വരുമ്പോൾ അത് ഉയർച്ച വർദ്ധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഗോ ഓഫ് വരികയാണെങ്കിൽ എക്സ്പ്ലോഡ് വിത്ത് സൗണ്ട് നടത്തുന്നതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെൻറ്റ് ഓവർ, ഗോ ഓവർ എന്നാണ് ബേസ് വെർബ് വേർഡ്. അത് പാസ്റ്റിൽ ദ ഓഫീസർ വെൻറ്റ് ഓവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ വെൻറ്റ് ഓവർ എന്നാണ് ശരി. അപ്പോൾ 10 ചോദ്യവും 10 ഗ്രാമർ ഏരിയ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ഏരിയയും ഏതൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗമാണ് ഗ്രാമർ നിങ്ങൾ വരുന്ന പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പുതിയ പരിഷ്കാരങ്ങൾ PSCയിൽ ഇംഗ്ലീഷിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പഴയ ചോദ്യങ്ങൾ ഒരിക്കലും അതുപോലെ ആവർത്തിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ നന്നാക്കാൻ നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു.